ഹലോ നമസ്കാരം, എല്ലാവർക്കും സ്വാഗതമുണ്ട് അടുത്തൊരു വീഡിയോയിലോട്ട്. അപ്പൊ ഇന്ന് നമുക്ക് മാത്സിൽ ചെയ്യാൻ പറ്റാവുന്ന ഒരു ഈസി, ഞാൻ എപ്പോഴും സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഞാൻ ഈസി ക്വസ്റ്റ്യൻസ് ആണ് എടുക്കുന്നത്. നമുക്ക് ഈസി പിന്നെ ടഫിലോട്ട് പോകാം. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ 2 മാർക്ക് നമുക്ക് ഷുവർ ആയിട്ട് കിട്ടും. അപ്പൊ ഇന്ന് അതേപോലെ ഒരു ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് ട്രിഗണോമെട്രി. ട്രിഗണോമെട്രി നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ 2 ചാപ്റ്റർ ആയിട്ടാണ് പഠിക്കാനുള്ളത്. ഒന്ന് ട്രിഗണോമെട്രിയും പിന്നെ ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗണോമെട്രി. അപ്പൊ 2 ചാപ്റ്ററിൽ നിന്നും നല്ലൊരു പെർസെൻറ്റേജ് ഓഫ് മാർക്ക് CBSE ബോർഡ് എക്സാമിന് വരും. അപ്പൊ അതിൽ കുറച്ച് ഇക്വേഷൻസും വാല്യൂസും ഒക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് നല്ല പ്രാക്ടീസ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് അതിൽ കവർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് ഇന്ന് എക്സസൈസ് 8.2 ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പൊ ഇതിൽ വന്നിട്ട് നിങ്ങളുടെ റീഡറിൽ ഒരു ട്രിഗണോമെട്രിയുടെ കുറച്ച് വാല്യൂസ് ഉണ്ട്. sin 30, cos 30, tan 30, tan 45 അങ്ങനെ കുറച്ച് വാല്യൂസ് ഉണ്ട്. ആ വാല്യൂസ് നിങ്ങൾ അങ്ങോട്ട് പഠിക്കുക, കാണാതെ പഠിക്കുക. ആ വാല്യൂസ് അറിഞ്ഞു കഴിഞ്ഞാൽ കൺഫേം ആയിട്ട് ഒരു 3 മാർക്ക് നിങ്ങൾക്ക് ഷുവർ ആയിട്ട് ഈസി ആയിട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നമുക്കിന്ന് നോക്കാം. അപ്പൊ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേനും 2 tan square 45 plus cos square 30 minus sin square 60. ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആയിട്ട് കിടക്കുന്നത്. 2 tan square 45 പ്ലസ് കോസ് സ്ക്വയർ 30 മൈനസ് സൈൻ സ്ക്വയർ 60. ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി പറയും. പക്ഷെ ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞാൽ നമുക്ക് ടാൻ 45യുടെ വാല്യൂ അറിയണം, കോസ് 30യുടെ വാല്യൂ അറിയണം, സൈൻ 60യുടെ വാല്യൂ അറിയണം. ഈ വാല്യൂസ് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ അതിന് നിങ്ങളുടെ റീഡറിൽ ഇതേപോലെ പേജ് നമ്പർ 125 ഇതേപോലെ ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിൽ ഈ വാല്യൂസ് എല്ലാം മെൻഷൻ ചെയ്തിരിക്കും. ആ ബോക്സ് അത് ഈസി മെത്തേഡ്, ഈസി ട്രിക്സ് ഒക്കെ ഉണ്ട് പഠിക്കാനായിട്ട്. അപ്പൊ ആ ബോക്സ് എങ്ങനെയെങ്കിലും നിങ്ങൾ പഠിച്ചിട്ട് പോകുക. അപ്പൊ നമുക്ക് ടാൻ 45യുടെ വാല്യൂ എന്ന് പറയുമ്പോഴത്തേനും 1 ആണ്. പക്ഷെ ഇവിടെ ആ ടാൻ 45ക്ക് മുമ്പ് ഒരു 2 കിടപ്പുണ്ട്. അപ്പൊ 2 into 1 ടാൻ സ്ക്വയർ ആണ്. അപ്പൊ 1 സ്ക്വയർ എഴുതുക. അപ്പൊ 2 into 1 സ്ക്വയർ. അതങ്ങോട്ട് ഒരു ബ്രാക്കറ്റ് കൊടുക്കുക. ബ്രാക്കറ്റ് കൊടുക്കുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ മൾട്ടിപ്ലിക്കേഷനും ആ ഒരു ബ്രാക്കറ്റിലൊക്കെ കൊടുത്ത് വരുമ്പോഴത്തേനും തെറ്റാനുള്ള സാധ്യത കുറയും. മറ്റേ ബ്രാക്കറ്റ് കൊടുക്കാതെ ലൈനായിട്ട് എഴുതി കഴിഞ്ഞാൽ പ്ലസ് ഏത് മൈനസ് ഏത് മൾട്ടിപ്ലിക്കേഷൻ ഏത് എല്ലാം കൺഫ്യൂഷൻ ആയിട്ട് നിങ്ങൾ തെറ്റിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതേപോലെ കോസ് 30യുടെ വാല്യൂ എന്ന് പറയുമ്പോഴത്തേനും √3/2 ആണ്. കോസ് സ്ക്വയർ ഉണ്ട്. അപ്പൊ √3/2 ദ ഹോൾ സ്ക്വയർ. മറക്കരുത്, സ്ക്വയർ ഇരുന്ന സ്ക്വയർ കൂടെ ചേർത്ത് എഴുതുക. മൈനസ് സൈൻ 60യുടെ വാല്യൂ എന്ന് പറയുമ്പോഴത്തേനും അത് √3/2 ആണ്. √3/2 അതിന്റെ സ്ക്വയർ. ഓക്കെ, അപ്പൊ നമ്മൾ വാല്യൂസ് എല്ലാം എഴുതി. ക്വസ്റ്റ്യനിലുള്ള എല്ലാ വാല്യൂസും നമുക്ക് കിട്ടിക്കഴിഞ്ഞ് ഇനി നമുക്ക് സിംപ്ലിഫിക്കേഷൻ. 1ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേനും 1 തന്നെയാണ്. അപ്പൊ 2 into 1 2 പ്ലസ് √3യുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 3 ആണ്. √3 into √3 3. 2ന്റെ സ്ക്വയർ 4 മൈനസ് √3യുടെ സ്ക്വയർ 3, 2ന്റെ സ്ക്വയർ 4. ഓക്കെ, ഇതറിയാലോ. √3യുടെ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേനും റൂട്ട് ക്യാൻസൽ ആയി പോകും. ഇനി ഇവിടെ നോക്കിയാണ് പ്ലസ് 3/4 മൈനസ് 3/4 ക്യാൻസൽ ആയി പോകും. സോ ദ റിമൈനിങ് ആൻസർ ഈസ് 2 ആണ് ഇതിന്റെ ആൻസർ. അപ്പൊ ആ ഒരു വാല്യൂസ് എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 3 മാർക്ക് ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. ട്രിഗണോമെട്രിയുടെ ഒരു ട്രിക്കാണിത്. അപ്പൊ ആ ഒരു ബോക്സ് നല്ല തറവായിട്ട് പഠിച്ചിട്ട് പോവുക ബോർഡ് എക്സാമിന്. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.